ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരി കരഞ്ഞു പിടിച്ച് വീട്ടിൽ തിരിച്ചെത്തുവാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സരയു അവിടെ ഇരിപ്പുണ്ട്. ശാരിക്ക് സരയുവിനെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. സരയു ആണെങ്കിൽ ഇങ്ങനെ ഓരോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വീട്ടിൽ എനിക്കൊരു ജ്യൂസ് എടുത്ത് തരാൻ പോലും ആളില്ല, എല്ലാവർക്കും ഇത് എന്നെ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശാരി പറയും ഒന്നുമില്ല മോളെ എന്ന് പറയുമ്പോഴും സരയു പറയുന്നുണ്ട് ആൻറ്റിയുടെ അവിടെ പോയ പിന്നെ അമ്മയ്ക്ക് മാറ്റം, ചന്ദ്രശേഖരൻ ശരിക്കും ആൻറ്റിയുമായിട്ട് ഇഷ്ടത്തിലായോ അതാണോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ സരയുവിനോട് നമ്മുടെ ശാരി പറയുകയാണ് ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല, അവരൊന്നും രൂപ ഇതുവരെ അടുപ്പിച്ചിട്ടില്ലാന്ന്. കാരണം കിരണ് ഓൾറെഡി ശാരി വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും പുള്ളിക്കാരി ഇത് പറയുവേല. അങ്ങനെ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ സരയുവിനെ പറ്റിയുള്ള കാര്യം ഒരിക്കലും ഇവരായിട്ട് സരയുവിനോട് പറയില്ല എന്ന് പറഞ്ഞ് ഓർത്ത് ശാരി അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. പിന്നെ ചിലപ്പോൾ രാഹുൽ മുറിയിലിരുന്ന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ശാരി എല്ലാ ദേഷ്യവും കൊണ്ട് അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വേസ് എടുത്ത് നമ്മുടെ രാഹുലിന് നൽകിയിട്ട് ഒറ്റ അടിയാണ്. അപ്പം തന്നെ തല പൊട്ടി ചോര വരുവാണ്. ഈ ഒച്ച കേട്ട് നമ്മുടെ സരയു ഓടി വരുന്നുണ്ട്. സരയു ഇതെന്നാ പറ്റിയേ അമ്മ, ഇതെന്താ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട് ഇങ്ങർക്ക് വട്ടുമൂത്ത് എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു മോളെ, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് കള്ളം പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സരയു പറയുന്നുണ്ട് എന്നാണോ അമ്മ വന്നപ്പോൾ തൊട്ട് അമ്മ വേറെ എന്തോ ഒരു രീതിയിലായ പെരുമാറുന്നതൊക്കെ പിടിക്ക് നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം, ചോര വാർന്ന് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ശാരി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അങ്ങനെ മരിച്ചു പോട്ടെ, അങ്ങനെ ഇങ്ങനെ മരിച്ചു പോകണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവരൊരു കണക്കിന് പുള്ളിയെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് പുള്ളിക്ക് ബോധം വരുമ്പം പുള്ളി ഇങ്ങനെ പറയുവാണ് നീ എന്തിനാ എൻ്റെ തലക്കടിച്ചെന്നൊക്കെ ഭാര്യയോട് ചോദിക്കുവാണ് കേട്ടോ. പുള്ളിക്കാരി എന്നെ കൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയിപ്പിക്കരുത്, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ച് കലിതുള്ളി നമ്മൾ ശാരി അവിടെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മ നമ്മുടെ സരയുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് പ്രകാശനെ ഡിസ്ചാർജ് ചെയ്തു, ഇപ്പം തിരിച്ചൊരു വീട്ടിലെത്തി, അവിടെ 10,000 വാടക കൊടുത്താൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും നാളെ തൊട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സരയു നാളെ തൊട്ട് പോരേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സരയു പറയുന്നുണ്ട് ഞാനും വരാം, നിങ്ങളും നിൽക്ക്, പ്രകാശനെ കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ് പ്രകാശൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പ്രകാശൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രകാശന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലും. എന്നിട്ട് പ്രകാശനോട് പറയും നിങ്ങളുടെ മകൻ ഇറങ്ങിക്കഴിയുമ്പം എങ്ങനെയും അവനെ നമ്മുടെ കല്യാണിക്കെതിരെ ഉപയോഗിക്കണം എന്ന് പറയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും നടക്കുകയല്ല, കല്യാണിക്ക് ഭയങ്കര ദൈവാനുഗ്രഹമാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സരി പറയുന്നുണ്ട് അതാ പറഞ്ഞത്, എന്തേലും കാണിച്ച് അവളെ നശിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശനം പറയുവാണ് നേരെ എനിക്ക് അത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ടോ എടാ വേണ്ട ഇനി അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രകാശനമൊന്നുമല്ല, പ്രകാശനെ നോവിച്ചു എന്നുള്ള കലിപ്പിൽ പുള്ളി അവളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സരയു തിരിച്ചു പോകുമ്പോൾ മനോഹറിനെ വിളിക്കുന്നുണ്ട്, ഫോൺ കിട്ടത്തില്ല കേട്ടോ. മനോഹർ പുതിയ ബന്ധത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്, കല്യാണം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം, അച്ഛനും അമ്മയും വന്നിട്ടെന്നൊക്കെ പറഞ്ഞ് പുതിയ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ആ വീട്ടുകാരാണെങ്കിൽ അവരുടെ മൂത്ത മകള് കല്യാണിയോടുള്ള പെങ്കൊച്ച് അവളിങ്ങനെ ഒളിച്ചോടി പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ മനോഹർ അത് ഇവർക്കെതിരെ ഒരു ആയുധമായിട്ട് അതൊരു നാണക്കേടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കൊരു അറേഞ്ച് മാരേജ് വേണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരും ഇതൊക്കെ വിശ്വസിച്ച് മനോഹർ നല്ല ചെറുപ്പക്കാരനാണെന്നുള്ള രീതിയിൽ ഇവരും ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ബിസിനസ്സിനെല്ലാം പാർട്ട്ണർഷിപ്പ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇവർ കൂടുതലായിട്ട് മനോഹറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാണ്ട് ആ കല്യാണം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.